നമസ്കാരം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2017 ആണ്ട് വിഷുഫലമായി പറയുന്നത് പൊതുവെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം പല പ്രകാരത്തിലും 2017 അനുഭവപ്രാപ്തി വന്നിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊരു കാര്യവും വളരെ ഗുണകരമായി തീരും. പൂർത്തിയാക്കിയ ഗൃഹത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കും. പഠിച്ച വിദ്യയോടനുബന്ധമായി ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ഇനി ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സംഘ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി പ്രവർത്തനക്ഷമത കൈവരുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തുവാനും സാധിക്കും. എന്നാൽ പലപ്പോഴും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ബന്ധുമിത്രാദികൾ വിരോധികളായി തീരുന്നത് വഴി മാനസികമായിട്ടുള്ള വിഭ്രാന്തി വർദ്ധിക്കും. വസ്തുതർക്കം പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും എന്ന് മാത്രമല്ല, ഒരു പക്ഷേ അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് ലഭിക്കുവാനായിട്ട് നിയമസഹായം തേടേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും. പ്രകൃതിക്ഷോഭത്താൽ കൃഷിനാശം സംഭവിക്കുമെങ്കിലും ആദ്യ പുനഃപ്രവേശനം കാർഷികമായിട്ടുള്ള മേഖലയിൽ പ്രവേശിക്കുവാനും 2018 സെപ്റ്റംബർ മുതൽ സാമ്പത്തികമായുള്ള വരുമാന മാർഗം ഉണ്ടാകുവാനും യോഗം കാണുന്നുണ്ട്. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒഴിവാക്കി ആത്മസംയമനത്തോടുകൂടി ഇതായിട്ടുള്ള സമീപനം സ്വീകരിച്ച് ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ഏതൊരു കാര്യത്തെയും സമീപിക്കേണ്ടതാണ്. പൊതുവെ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ അനുഭവ ഫലങ്ങളൊക്കെ ഒരു വർഷമായിട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് വരികിലും ഈ വരുന്ന സെപ്റ്റംബർ മാസം മുതൽ ഇതിനെല്ലാം തന്നെ സ്വല്പം മങ്ങലേൽക്കുവാനും അവസ്ഥാവിശേഷങ്ങൾക്ക് വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും യോഗമുണ്ട്. തന്മൂലം എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള വിഷയങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് ഏതൊരു കാര്യത്തെയും സമീപിക്കേണ്ടതാണ്. നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിക്കുന്നത് പരമാവധി സെപ്റ്റംബർ മാസം മുതൽ ഒരു വർഷത്തേക്ക് ഒഴിവാക്കുകയായിരിക്കും നന്നാവുക. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പൊതുജന പങ്കാളിത്തത്തോടുകൂടി ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുമെങ്കിലും രേഖാപരമായിട്ടുള്ള കാര്യങ്ങളിൽ അന്യരെ കൂട്ടുകൂട്ടുന്നതോ അന്യരോടൊപ്പം പങ്കുചേരുന്നതോ അത്ര ഗുണകരമല്ലാത്തതാണ്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും ഒരുപക്ഷെ വിപരീതമായി തീരുവാനുള്ള യോഗമുള്ളതിനാൽ ഏതൊരു കാര്യത്തെയും 2-3 പ്രാവശ്യം ചിന്തിച്ചല്ലാതെ പണം മുതൽ മുടക്കരുത്, ഏർപ്പെടുകയും അരുത്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് അധികാര പരിധി വർദ്ധിക്കും. കീഴ് ജീവനക്കാരുടെ ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പല ജോലിക്കാരും രാജിവെച്ച് പോകുന്നത് വഴി മാനസികമായിട്ടുള്ള പല വിധത്തിലുള്ള നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ച് ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് തൊഴിൽ മേഖലകൾക്ക് മാറ്റം വരുത്തുവാൻ തയ്യാറാവുന്നത് ഗുണകരമായി തീരുവാൻ യോഗം കാണുന്നുണ്ട്. പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നത് വഴി വിദഗ്ധമായിട്ടുള്ള പരിശോധന വേണ്ടിവരുവാൻ യോഗം കാണുന്നു. ജാഗ്രതയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ വഴിയൊരുക്കും. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനുള്ള യോഗമുണ്ട്. പൊതുവെ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസം മുതൽ ഒരു വർഷത്തേക്ക് എല്ലാ കാര്യങ്ങളിലും വളരെ ആത്മനിയന്ത്രണം, ഈശ്വര പ്രാർത്ഥനകൾ എന്നിവ നിർബന്ധമായിട്ടും വേണ്ടതാണ്. ഇതാണ് രോഹിണി നക്ഷത്രക്കാരുടെ 2017 ആണ്ടിലെ വിഷുഫലമായി പറയുന്നത്. നമസ്കാരം.